ഹലോ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ 7ാം മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ വീഡിയോയാണ്. അതായത് ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ വീഡിയോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത് 6ാം മാസത്തിലെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ നെക്സ്റ്റ് ഡേ ആണ്. അപ്പം ഞാൻ രാവിലെ ചായയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വാവയ്ക്കൊരു ലെറ്റർ എഴുതുവാണ്. അതായത് ഞാൻ എല്ലാ ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എല്ലാ മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ലെറ്റർ പോലെ എഴുതി വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ആ കുഞ്ഞ് ഡയറി. മറ്റേതാണെങ്കിൽ മറ്റേ വലിയ ബുക്കാണെങ്കിൽ ഞാനിങ്ങനെ ജസ്റ്റ് ജേർണൽ പോലെ ഇടയ്ക്ക് എഴുതാറുണ്ട്. എപ്പോഴും ഒന്നുമില്ല കേട്ടോ. എന്തെങ്കിലും എന്താ പറയുന്നത്, നമ്മൾ കേട്ടിട്ടില്ലേ ജേർണൽ എഴുതുന്നത് നല്ലതാണെന്നൊക്കെ. ശരിയാണ്, അത് നല്ലത്. നമുക്ക് നല്ലൊരു ഒരു റിലീഫൊക്കെ കിട്ടും. ഇപ്പം മെൻ്റൽ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഒന്നും ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു റിലീഫ് പോലൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് ഞാൻ എഴുതി നിർത്തിയ ലെറ്ററാണ്. അപ്പം അത് ഞാൻ ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എഴുതുന്നത് അത് നല്ല രസമാണ് കേട്ടോ. നമുക്ക് പിന്നെ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിലെ എന്താ പറയുന്നത്, ആ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അത് തന്നെ. അപ്പം ഞാൻ 7th മന്ത് സ്റ്റാർട്ട് ചെയ്തപ്പോഴും കാര്യമായിട്ട് എഴുതുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ 7th മന്ത് സ്റ്റാർട്ട് ചെയ്യുവാണ്. 3rd ട്രൈമസ്റ്ററിലെ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഇതാണല്ലോ. അപ്പം നിങ്ങളും ഇങ്ങനെ പ്രഗ്നൻ്റായിട്ടൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ, ശരിയാണ്, പ്രഗ്നൻസിയിൽ കുറച്ച് ഡിഫിക്കൽട്ടീസൊക്കെ കാണും, ഇല്ലെന്നല്ല. അപ്പം നമ്മളെന്നാലും ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്നതേ ഒരു നല്ലൊരു ഫീലിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇങ്ങനെ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കേ. നല്ലൊരു ബ്യൂട്ടിഫുൾ ഫീലിംഗ്. അങ്ങനെ അതൊക്കെ ഏകദേശം എഴുതി കഴിഞ്ഞു. ഞാൻ ചിലപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ അത് കാണിക്കോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എനിക്കെന്തോ ഒരു കൺഫ്യൂഷൻ പോലെ. സോ അത് കാണിക്കോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ ഇത് ഞങ്ങൾ വാവയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ച സാധനമാണ്. ഞങ്ങൾ ഡിമാർട്ടിൽ പോയപ്പോൾ കണ്ട ക്യൂട്ട് ബാഗൊക്കെ ആയിരുന്നു. അപ്പം വാവയ്ക്ക് വേണ്ടിയിട്ട് അത് ഞങ്ങൾ വാങ്ങിച്ചു. അപ്പം അന്ന് എനിക്ക് 6ാം മാസം ആയതേ ഉള്ളൂ. അപ്പം അന്നേ ഞങ്ങൾക്ക് ഗേൾ ആയിരിക്കുമെന്ന് എന്തോ ഒരു ഇതുണ്ടായിരുന്നു. അത് എങ്ങനെയാണെന്നൊന്നും ചോദിക്കില്ല കേട്ടോ, നമുക്കൊരു ഇൻറ്റ്യൂഷൻ കാണത്തില്ലേ. അപ്പോൾ അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അന്നേ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് ജസ്റ്റ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടതുള്ളത് ജസ്റ്റ് ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ആ പച്ചയാണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ട്രയൽ നോക്കാൻ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഫാബ്രിക് എങ്ങനെയാണെന്നും ഒക്കെ ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം ഇട്ടാൽ ഇത് കംഫർട്ടബിൾ ആയിരിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ആ വയലറ്റ് കളറാണെങ്കിൽ അത് ജസ്റ്റ് ഒരു സിമ്പിൾ എന്ന ഒരു ക്യൂട്ടായിട്ടുള്ളത്, ആ കൂട്ടത്തിൽ കിടന്നതിൽ ക്യൂട്ടായിട്ടുള്ള ഒരെണ്ണം എടുത്തന്നേ ഉള്ളേ. പിന്നെ ആണെങ്കിൽ ആ കുഞ്ഞ് ഹാൻഡ് ബാഗ്, അതാണെങ്കിൽ അവിടെ ഞാൻ നോക്കിയപ്പോൾ ബാസ്ക്കറ്റിൽ ചുമ്മാ ഇട്ടേക്കുന്നു. അപ്പോൾ അത് ഭയങ്കര രസമുണ്ട്, ഭയങ്കര കുഞ്ഞ് ഹാൻഡ് ബാഗ്. അപ്പം ഈ വോയിസ് ഓവർ ചെയ്യുമ്പം ആൾ ഓൾറെഡി ജനിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയറായിട്ട് അവൾ എന്ന് പറഞ്ഞത്. അപ്പം അതൊരു ഗേൾ തന്നെ ആയിരുന്നു, ഞങ്ങളുടെ ഇത് തെറ്റിയില്ല. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു കൊറിയർ വന്നു. അത് നമ്മുടെ ഈ കമ്മലായിരുന്നു. കമ്മൽ മീൻസ് ഈ മേൽക്കാതയിൽ നമ്മളിങ്ങനെ കയറ്റിയിടത്തില്ലേ. അപ്പോൾ അത് ഞാൻ ചുമ്മാ ജസ്റ്റ് നോക്കിയതാ, എങ്ങനെയുണ്ട്, അത് ഇടാൻ കംഫർട്ടബിൾ ആയിരിക്കുമോ എന്നൊക്കെ ഉള്ളത് ചുമ്മാ ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. അപ്പോൾ അന്നേരം ആ കൊറിയർ വന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതൊരു സൺഡേ ആയിരുന്നു, കാരണം ചേട്ടനും വീട്ടിലുണ്ടായിരുന്നു. സോ ഞാൻ അതൊക്കെ ഒന്ന് ഇട്ട് നോക്കി. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് പതുക്കെ ആയിരിക്കും സംസാരിക്കുന്നത് കേട്ടോ, കാരണം എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 5 ദിവസമായതേ ഉള്ളൂ. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വാവ ഇപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ഒത്തിരി സൗണ്ടിൽ സംസാരിക്കാൻ പറ്റില്ല. കുഴപ്പമില്ല, എന്നാലും സ്റ്റിൽ എൻ്റെയും കൂടെ എനർജി നോക്കണ്ടേ. അപ്പം കിടന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് എനർജി കുറയും. ഞാനാണെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ കിടന്നതാണ്. സോ അന്നേരം എന്നാൽ പിന്നെ വീഡിയോ അങ്ങ് എഡിറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നു ഇഡലി ആയിരുന്നെന്ന്. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് റാഗി എടുക്കുമായിരുന്നു ഒരു 11-11:30 ആയപ്പം. അപ്പം മെയിൻലി എനിക്കെടുക്കുന്നത് കൂടാതെ ചേട്ടനാണ് റാഗി, അതായത് അവനാണ് പ്രഗ്നൻ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവൻ്റെ ആ ക്രേവിങ്സൊക്കെ കാണുമ്പോൾ. അതുകൊണ്ട് എന്തോ അവിടെ കുടഞ്ഞിട്ടെന്ന് തോന്നുന്നു. അവിടെ വീണു കേട്ടോ, സ്റ്റൗവേ വീണു. അതിൻ്റെ ചിരിയാണ് കണ്ടത്. ഇത് 3-4 മാസം മുമ്പ് എടുത്ത് വെച്ചതായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇതിപ്പോൾ ഞാൻ 4 മാസം കഴിഞ്ഞിട്ടെന്തോ ആണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള ചെറിയ കൺഫ്യൂഷൻ കാണും. അപ്പോൾ റാഗിയിൽ
നെയ്യും പിന്നെ അതുപോലെ നമ്മൾ ശർക്കരയാണോ ചക്കരയാണോ ഇതിലേതോ ഒന്നിട്ടാണ് എടുക്കുന്നത്. ഷുഗറൊന്നും അല്ല ആഡ് ചെയ്യുന്നത്. അപ്പം എന്നിട്ട് കുറച്ച് പാലൂടെ ഒഴിക്കും. അപ്പം അങ്ങനെ എടുക്കുന്നത് കൊള്ളാം, നല്ല ടേസ്റ്റുണ്ട്. അപ്പം ഞാൻ ഈ എടുക്കുന്നത് ഞങ്ങളുടെ വീട്ടിലുള്ള മറ്റേ ഗർഭിണിക്ക് വേണ്ടിയിട്ടാണ്. റാഗിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് എടുക്കുന്നതാണ് എനിക്ക് വേണ്ടിയിട്ടുള്ളത്. അതാണെങ്കിൽ ഇതിലും ചെറിയൊരു ഗ്ലാസ്സുമാണ് കേട്ടോ. ഇതാണ് എൻ്റെ കപ്പ്. അപ്പം മറ്റേ ഗർഭിണിക്ക് ഞാൻ വലുതിനകത്ത് അങ്ങ് കൊടുത്തു, അത് കുടിക്കട്ടെ, സന്തോഷമാകട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എൻ്റെ മാനിക്യൂൻ വന്ന ടൈമായിരുന്നേ. അപ്പോൾ അതൊന്ന് ഫിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ചേട്ടനൊന്ന് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ആ ബാക്കി ഫിറ്റ് ചെയ്തത്. അത് പക്ഷേ വീഡിയോയിലില്ല. പിന്നെന്താ, ഞാൻ ജസ്റ്റ് അതൊക്കെ നോക്കുമായിരുന്നു എങ്ങനെയാണ് സംഭവം എന്നൊക്കെ. പിന്നെ ഈ ടൈമെന്ന് വെച്ചാൽ നമുക്കൊരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു, പ്രഗ്നൻറ്റ് ലേഡീസിന് വേണ്ടിയിട്ടുള്ള. നമ്മുടെ അമല പോളൊക്കെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള താരാട്ടഴക് സീസൺ 3. അപ്പോൾ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു വൈറ്റ് ഔട്ട്ഫിറ്റ് സ്റ്റിച്ച് ചെയ്യണമായിരുന്നു. അപ്പം അന്ന് അതിൻ്റെ കലാപരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എനിക്കത് സ്റ്റിച്ച് ചെയ്യാൻ ഒരു ദിവസം കിട്ടിയുള്ളൂ. 2 കിട്ടിയിട്ടില്ല. കാരണം അതിൻ്റെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ നാട്ടിലേക്ക് വരുമായിരുന്നു. അപ്പം മെഷീൻ വന്നത് തന്നെ 2 ദിവസം 1 ദിവസം മുമ്പായിരുന്നു. അപ്പോൾ എനിക്ക് കറക്റ്റ് പറഞ്ഞു വരുമെങ്കിൽ ഒറ്റ ദിവസം സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ. 1.5 ദിവസം അത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ടൈമിൽ. അപ്പം ഞാൻ അത് ഫിറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നപ്പോൾ ചേട്ടൻ വന്നായിരുന്നു. ബാക്കി പിന്നെ ചേട്ടനാണ് ഫിറ്റ് ചെയ്തത്. ഞാൻ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഫിറ്റ് ചെയ്തത് ഞാനൊന്നുമല്ല. ഞാൻ ജസ്റ്റ് നോക്കിയത് ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് റാഗി കുടിച്ചു. പിന്നെ സ്റ്റിച്ചിങ്ങിലേക്ക് നമുക്ക് കിടക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ. എന്തുമായിരുന്നു ലഞ്ച്? വീഡിയോ കാണുമ്പോൾ ഓർക്കുമായിരിക്കുമല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ചേച്ചിയിൽ ട്രയൽ നോക്കുമായിരുന്നു എങ്ങനെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത്. വലിയ ഐഡിയ കാര്യങ്ങളൊന്നുമില്ല. ഒന്നാമത് അതിനുള്ള ടൈമും ഇല്ലായിരുന്നു. പിന്നെ ആണെങ്കിൽ എന്താ പറയുന്നത്, ഒരു സിമ്പിൾ ഗൗൺ മതി എന്നായിരുന്നു അവർ പറഞ്ഞത്. ഓഫ് വൈറ്റ് എന്നെന്തോ ആണ് പറഞ്ഞത്. പ്ലെയിൻ വൈറ്റിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കുറച്ച് പ്രിൻ്റ് ഉള്ളത് എടുത്തു. അത് അലൗഡ് ആയിരുന്നോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇട്ടത്. അപ്പോൾ അലൗഡ് ആയിരുന്നു അത്. പിന്നെന്താ, അപ്പം ഞാൻ ജസ്റ്റ് എങ്ങനെ വേണമെന്നൊക്കെ ഒന്ന് ട്രയൽ നോക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം നമുക്കിപ്പോൾ ഒരുപാട് ഭയങ്കര ഡിസൈനൊന്നും വരുന്നത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഡിസൈനല്ല, പാറ്റേൺ ഒത്തിരി കോംപ്ലിക്കേറ്റഡായിട്ട് വരുന്നതൊന്നും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിനുള്ള ടൈമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു എലഗൻറ്റ് ലുക്ക് വേണം, അതാണ്. അപ്പം അങ്ങനെ ജസ്റ്റ് ഒരു സിമ്പിൾ ഗൗണാണ് തയ്ച്ചത്. ജസ്റ്റ് ഞാൻ ഫോട്ടോ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷേ ഞാൻ ഓൾറെഡി ഷോർട്സായിട്ട് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു മെയ് ആ ടൈമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ബാക്ക് വശം കുറച്ചുകൂടെ ഇങ്ങനെ ടെയിൽ പോലെ ഇറങ്ങി വരുന്നുണ്ട്. അതപ്പം ബാക്കി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാനുണ്ട്, അതിതിൽ ഇടില്ല. അങ്ങനെ ലഞ്ചിനുള്ള പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് നേരം അങ്ങനെ അങ്ങ് പോയി. ഇതെന്ത് എനിക്ക് തോന്നുന്നു മുട്ട പൊരിക്കാനാണെന്ന് തോന്നുന്നു. കാരണം ക്യാപ്സിക്കം ഒക്കെ കാണുന്നു. അപ്പം ക്യാപ്സിക്കം വേറെ ടൊമാറ്റോ റൈസിനൊന്നും ഇപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം മുട്ട പൊരിക്കാനാണെന്ന് തോന്നുന്നു. ക്യാപ്സിക്കം ടൊമാറ്റോ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അവിടെ എല്ലാം ക്ലീൻ ചെയ്തു.
അപ്പോൾ അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ വ്ളോഗ് ഏകദേശം ഇവിടം കൊണ്ട് നിർത്തുവാണേ. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ തയ്യലിൻ്റെ പുറകെ പോയി. ഇത് ഞാൻ ജസ്റ്റ് ഡെമോ നോക്കിയതാണ്. അപ്പം ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കി. എന്നിട്ട് നമ്മളത് മെഷീനിലടിക്കും. അപ്പോൾ അങ്ങനെ ആദ്യം നമ്മൾ പിൻ ചെയ്ത് നോക്കും. അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ടെമ്പററി സ്റ്റിച്ചർ കൈ കൊണ്ട് കൊടുക്കും. എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് മെഷീനിൽ. അപ്പോൾ ഇത് ഞാൻ കുറേ നാൾക്ക് ശേഷം സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇല്ല നമുക്ക് ഡയറക്റ്റ് മെഷീനിൽ അടിച്ചാൽ മതി. അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമ്മുടെ ഈ വ്ളോഗ് തീരാറായി. അപ്പം എല്ലാവർക്കും ടാറ്റാ.